ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോ എന്ന് വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ന്യൂസിലാൻഡിൽ എങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം നമ്മൾ ആദ്യം പോകുന്നതെന്ന് വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ആൻഡ് സേവ് ആണ്. ന്യൂസിലാൻഡിലിവിടെ നോർമലി ആൾക്കാർ ഷോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളെന്ന് വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ വേൾഡ്, കൗണ്ട് ഡൗൺ, പിന്നെ പാക്ക് ആൻഡ് സേവ്. ന്യൂ വേൾഡ് ഇത്തിരി എക്സ്പെൻസീവാണ്, അതിലും കുറച്ച് പൈസ കുറവാണ് കൗണ്ട് ഡൗൺ, അതിലും കുറച്ച് പൈസ കുറവാണ് പാക്ക് ആൻഡ് സേവ്. പക്ഷേ ചില ഐറ്റംസൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ നോർമലി ഇവിടെ പാക്ക് ആൻഡ് സേവ് ആണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വരാറ്. ഇന്ത്യൻ ഐറ്റംസ്, ഗ്രോസറി ഐറ്റംസൊക്കെ അത് വേറെ ഒരു ഷോപ്പുണ്ട്, അതിൻ്റെ പേര് യോഗിജി എന്നാണ്. ഇപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞാൽ നമ്മൾ യോഗിജി പോയിട്ടാവും നമ്മൾ ബാക്കിയുള്ള ഷോപ്പിംഗ്. ന്യൂസിലാൻഡിലുള്ള ഒരുവിധം എല്ലാ ആൾക്കാരും വരുന്ന സ്ഥലമാണ് പാക്ക് ആൻഡ് സേവ്. ഇവിടെ പച്ചക്കറിയൊക്കെ നിങ്ങൾക്ക് കാണാം, പക്ഷേ ഞങ്ങൾ പച്ചക്കറി ഇവിടെ നിന്നല്ല പർച്ചേസ് ചെയ്യുക. പച്ചക്കറി ഞങ്ങൾ വേറൊരു ചൈനീസ് കടയുണ്ട്, അത് ഞങ്ങൾ താമസിക്കണതിൻ്റെ അടുത്ത്, അവിടെ നിന്നാണ് നമ്മൾ പച്ചക്കറിയൊക്കെ പർച്ചേസ് ചെയ്യാറ്. അല്ലെങ്കിൽ ഇവിടെ സൺഡേ മാർക്കറ്റൊക്കെ ഉണ്ട്. സൺഡേ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിലും പൈസ കുറവിന് പച്ചക്കറി അവിടുന്ന് വാങ്ങാൻ പറ്റും. ഞങ്ങൾ സാധാരണ അവിടെ സൺഡേ മാർക്കറ്റിൽ പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമന്നെ ഭയങ്കര തിക്കും തിരക്കായിരിക്കും. പിന്നെ മഴക്കാലം അഞ്ച് കഴിഞ്ഞാൽ കുടയും പിടിച്ചിട്ട് കയറി കഴിഞ്ഞാൽ ആകെ കുടയര ബഹളമായിരിക്കും. ചൂടുകാലത്ത് അഞ്ച് കഴിഞ്ഞാൽ പോയി വരുമ്പോഴും ആകെ ഭ്രാന്താവും. അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ സാധാരണ അങ്ങോട്ട് പോകാറില്ല. ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ നമ്മളെ ചൈനീസ് കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങാറ് പതിവ്. വലത്തേ സൈഡിൽ ഈ പെൺകുട്ടി ഇവിടെ ഹോട്ടായിട്ടുള്ള ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തോ ഐറ്റംസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഹോട്ട് ഫുഡ്സൊക്കെ വേറെ സെക്ഷനിലുണ്ട്, പക്ഷേ ഇത് എന്താണെന്ന് മനസ്സിലാവില്ല, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സാധാരണ മറ്റുള്ള ഷോപ്പിലൊക്കെ പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ അടിയിലാണ് പ്രൈസ് വെച്ചിട്ടുണ്ടാവുക. ഇവിടെ മാത്രം തല തിരിച്ചിട്ടാണ്, പ്രോഡക്റ്റിൻ്റെ മുകളിലാണ് പ്രൈസ് വെക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കി വാങ്ങിയില്ലെങ്കിൽ അത് ചിലപ്പോൾ പ്രൈസ് മാറിപ്പോകും. മൊത്തം ബിസ്ക്കറ്റ് ഇങ്ങനത്തെ ഓരോ സെക്ഷൻസാണ് ഇതൊക്കെ. ഈ പ്രോട്ടീൻ ബാർ ഉണ്ണിക്ക് സ്കൂളിൽ ബ്രേക്കിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സെക്ഷനിൽ സോസും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ സ്ഥിരം ഈ പാക്ക് ആൻഡ് സേവിലാണ് വരിക, അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കറിയാം ഓരോ ഐറ്റംസ് എവിടെയാണ് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഷോപ്പിംഗ് നമുക്ക് കഴിക്കാനും പറ്റും. ഇപ്പോൾ വേറെ പാക്ക് ആൻഡ് സേവ് പോയി കഴിഞ്ഞാൽ അറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, പക്ഷേ ഇത്തിരി ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ചില ഐറ്റംസ് ഒന്നും നമ്മൾ വിചാരിച്ച സ്ഥലത്തുണ്ടാവില്ല. സ്ഥിരം നമ്മൾ ഇവിടേക്കാണ് വരിക. പിന്നെ ഈ പാക്ക് ആൻഡ് സേവ് ഇവിടെ തന്നെ നല്ലൊരു വലിയ ഓക്ലൻഡിൽ തന്നെ വെച്ചിട്ട് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണിത്. ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയറി ഐറ്റംസ് ഒക്കെ കാണാം. റൈറ്റ് സൈഡിൽ ഹോട്ട് ഫുഡ്സൊക്കെ നമുക്ക് കിട്ടും. സോറി, അഞ്ചാമത്തെ ഇതിൽ നോക്ക്, സ്ട്രോ. ന്യൂസിലാൻഡ് ഭയങ്കര എക്സ്പെൻസീവാണ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. റെൻറ്റുമായി കഴിഞ്ഞാലും പിന്നെ ഇതേപോലെ ഗ്രോസറി ഐറ്റംസ് മൊത്തത്തിൽ ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ ഭയങ്കര ഹൈ ആണ്. അതിൻ്റെ ഇടയിൽ ജോലിയും ഇല്ല.
ചെറിയ രീതിയിൽ റിസഷനാണ് ഇവിടെ. ഇന്നലെ ഇപ്പോൾ കുടിച്ചു. നമുക്ക് വല്ല ഇവിടുന്ന് നോക്കാം, ചൈനീസ് ഷോപ്പിൽ നിന്ന്. ഈ സെക്ഷനിൽ ഫുള്ള് ബ്രെഡ് ഇങ്ങനത്തെ ഐറ്റംസാണ്. ഉണ്ണിക്ക് പല്ല് തേക്കാൻ ബ്രഷ് വാങ്ങാൻ അവിടെ അവർ നോക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് കുളിക്കാനുള്ള സോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് ഇതാണ്. ഇതിവിടെ ലോക്കലി മെയ്ഡ് സോപ്പാണ്, പക്ഷേ നല്ല സാധനമാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ആ സൈഡിൽ തിരക്ക് കുറവാ. ബില്ലടിക്കാൻ കൗണ്ടർ നോക്കിയപ്പോൾ ഈ സൈഡിലാണ് കുറച്ച് തിരക്ക് കുറവ് വേണ്ടത്. അപ്പം ഇങ്ങോട്ട് വേഗം വന്നു. വീറ്റ് ബിക്സ് ഇവിടെ നോർമലി ബ്രേക്ക്ഫാസ്റ്റിന് ആൾക്കാർ കഴിക്കണതാണ്. അത് ഉണ്ണിക്കാണത്. ഹലോ, ഹൗ ആർ യു? ഈ കൗണ്ടറിൽ നിൽക്കുന്നത് ഒരു ഇന്ത്യക്കാരിയാണെന്നാണ് മനസ്സിലായത്. അങ്ങനെ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി. ഇനി വണ്ടിയിൽ പെട്രോൾ അടിക്കണം. അപ്പോൾ പാക്കറ്റ് സേഫ് ഇവിടെ പെട്രോളും ഓഫർ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടേതായ ഫ്യൂവൽ സ്റ്റേഷൻ ഉണ്ട്. ഞങ്ങൾ സാധനങ്ങൾ വണ്ടിയിലേക്ക് എടുത്ത് വെച്ചു. അവനൊരു ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റും കൊടുത്തു. ആ കാണുന്നതാണ് ഫ്യൂവൽ സ്റ്റേഷൻ. അപ്പോൾ അവിടെ പോയിട്ട് പെട്രോൾ അടിക്കണം. പെട്രോൾ പമ്പിലെത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ന്യൂസിലാൻഡിൽ ഏറ്റവും പൈസ കുറവിന് പെട്രോൾ തരുന്നത് ഒന്ന് കോസ്റ്റ്കോ, അത് കഴിഞ്ഞാൽ പാക്കറ്റ് സേവ് ആണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ്കോയിൽ മെമ്പർഷിപ്പ് നമ്മൾ എടുത്തിട്ടില്ല. ഇന്ന് അങ്ങോട്ട് കുറച്ചും കൂടി പോവാണ്ട്. പക്ഷേ പാക്കറ്റ് സേവ് ഇവിടെ സ്ഥിരം വരുന്ന കാരണം കൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ നിന്നാണ് പെട്രോൾ അടിക്കാറ്. അതേപോലെ ഇവിടെ 2 ടൈപ്പ് പെട്രോളാണ് ഉള്ളത്. 91ഉം 95ഉം പിന്നെ
ചില പമ്പുകളിൽ 98 ഉണ്ട്, അതൊന്നും കൂടി പ്രീമിയം ആയിട്ടുള്ള പെട്രോളാണ്. സാധാരണ നമ്മൾ റെഗുലറാണ് അടിക്കാറ്, 91 ആണ് അടിക്കാറ്. എൻ്റെ മറ്റേ വണ്ടിയിൽ ഞാൻ പ്രീമിയം ആണ് അടിക്കാറ്. അതേപോലെ ഇവിടെ ന്യൂസിലാൻഡിൽ പെട്രോളൊക്കെ സ്വയം ആണ് അടിക്കാറ്. ഓരോ പമ്പിലും വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇതിനുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ പെട്രോൾ അടിച്ചു. ഇനി നമുക്ക് ഇന്ത്യൻ ഗ്രോസറിയിലേക്ക് പോകണം. അപ്പോൾ അവിടെ ഇന്ത്യൻ ഗ്രോസറിയുടെ സ്ഥലത്തെത്തി. നമ്മൾ സ്ഥിരം പോകുന്ന കട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യോഗിജിയാണ്. ഇവരിപ്പോൾ ഈ കട തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 years ആയിട്ടുണ്ടാവും. അതിന് മുമ്പ് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകണ്ടായിരുന്നു. ഈ യോഗിജി മൊത്തത്തിൽ ന്യൂസിലാൻഡിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. ക്രൈസ്റ്റ് ചർച്ച്, ഡനിഡിൻ, പാമസ്റ്റൺ നോർത്ത്, വെല്ലിംഗ്ടൺ. ഇവിടെയും പച്ചക്കറികളുണ്ട്. പക്ഷേ പച്ചക്കറിക്കൊക്കെ പൈസയാണ്. നമ്മൾ ഈ ഉള്ളി ഇങ്ങനത്തെ ചെറുവക സാധനങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. ബാഗ് കണക്ക് ഉള്ളിയുടെ ബാഗാണ് എടുക്കുക, അതാണ് ലാഭം. പിന്നെ വല്ല പൈസ കുറവുള്ള വല്ല പച്ചക്കറി ഉണ്ടെങ്കിൽ കൊടുക്കണം. പിന്നെ ഈ സൈഡിലേക്ക് കുറച്ചൊന്ന് അവർ എക്സ്റ്റെൻഡ് ചെയ്തു. ആദ്യം ഇവർ വേറെ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഒരു നല്ല സ്പേഷ്യസ് ആക്കി. ഈ സെക്ഷൻ അവർ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടി സ്പേസായി മൊത്തത്തിൽ. അരി വല്ലതും വേണം. അവിടെ അരിയും ഗോതമ്പും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ സെക്ഷനിലുണ്ട്. നമ്മൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് സ്ഥിരമായിട്ട് പനീറും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പനീറിന് $20 കാണിക്കുന്നത്. ഭയങ്കര പ്രൈസാണ്. എന്നിട്ട് നമ്മൾ വാങ്ങിയില്ല. ചില സമയത്ത് പൈസ കുറവിനോടെ കാണിക്കാറുണ്ട്. ദിനം പ്രതി ഇവിടെ പൈസ അടിച്ച് കയറുകയാണ് ന്യൂസിലാൻഡിൽ മൊത്തത്തിൽ. പിന്നെ ഇവിടുത്തെ സെയിൽസ് എന്നൊക്കെ വെക്കുക വെച്ചാൽ നമ്മളെ നാട്ടിലത്തെ പോലെ ഒരു റീറ്റെയിൽ പ്രൈസ് ഇല്ല. ഇവിടെ ഓരോ കടക്കാർക്കും തോന്നിയ റേറ്റ് അവർക്ക് വയ്ക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി. ഇപ്പോൾ ഒരു കടയിൽ ഒരു സെയിം സാധനം $10 അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തെ കടയിൽ ചിലപ്പോൾ $12 ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളത് കാരണം കൊണ്ട് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് നല്ല പ്രൈസ് ഡിസ്കൗണ്ട് പോലെയൊക്കെ കാണാം, ചിലപ്പോൾ നല്ല പ്രൈസാണ്. പിന്നെ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് പച്ചക്കറി നമ്മൾ ഇവിടുന്നും കുറച്ച് വാങ്ങാറുണ്ട്. ഫ്രോസൺ പച്ചക്കറി വാങ്ങാറുണ്ട്. ഫ്രഷ് പച്ചക്കറിയുടെ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലെങ്കിലും എന്നാലും കൊള്ളാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സെക്ഷനിൽ വന്നപ്പോൾ ഇവിടെ കുറേ പൂജാര സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ വിളക്കത്തിക്കാൻ എണ്ണയൊക്കെ ഇവിടുന്നാണ് വാങ്ങുക. വിളക്കുകൾ, പിന്നെ അങ്ങനെ പൂജയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. ഈ ഫ്രോസൺ പച്ചക്കറി ആയി കഴിഞ്ഞാലും പല പല ബ്രാൻഡുകളുണ്ട്. അതിൽ നമ്മൾ ചില സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാൻഡുകൾ പച്ചക്കറി മാത്രമേ വാങ്ങുള്ളൂ. കാരണം അതാണ്
ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മറ്റേതൊക്കെ പൈസ ചിലപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാലും തീരെ ടേസ്റ്റ് ഉണ്ടാവാറില്ല. ഇവിടെ ഈ ഷെൽഫിൽ കുറേ കാണാൻ നല്ല ദൈവങ്ങളെ വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പപ്സ് ഐറ്റംസൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പപ്സൊക്കെ ഇവിടെ ഫ്രഷും കിട്ടും വേറെ കടകളിൽ, പക്ഷെ അതൊക്കെ ഭയങ്കര പൈസയാണ്. ഒരു പപ്സിന് തന്നെ ഏകദേശം ഒരു $5 ആ രീതിയിൽ കിട്ടും. അതേസമയം നമ്മൾ റെഡി ടു ഈറ്റ് പപ്സ് വാങ്ങാൻ കിട്ടും ഒരു പാക്കിൽ 6 അതിന് $6 അങ്ങനെ എന്തോ ആണ്. അത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കഴിക്കാം. അപ്പം അങ്ങനെ ഇവിടുത്തെ പർച്ചേസും കഴിഞ്ഞു. ബില്ലടിക്കാൻ നിൽക്കുമ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കണ്ടതാ ഗോലി സോഡ. ബ്രൗൺ ആൻഡ് വൈറ്റ് ഓണിയൻ എടുത്തേക്ക്. നമ്മൾ ഉണ്ണി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും. അപ്പോൾ ഇവിടുത്തെ ബില്ല് $101 കാണുമ്പോൾ ഇപ്പം എന്തൊട്ടുള്ളൂ കുറച്ചുള്ളൂ, പക്ഷേ ബില്ല് കണ്ടില്ല. ആ ട്രോളിയിലൊന്നും നിങ്ങൾ നോക്കിയാൽ മതി എന്തോരുണ്ടെന്ന്. കുറച്ചുള്ളൂ, പക്ഷേ ഞാനിവിടെ ഒരു 5 വർഷം മുമ്പ് വരുന്ന ടൈമിൽ പൈസയൊക്കെ ഒന്നും കൂടി കുറവായിരുന്നു. അപ്പോൾ ഈ 1 വർഷം 2 വർഷത്തിൻ്റെ ഉള്ളിലാണ് പൈസ ഭയങ്കരമായിട്ട് അടിച്ചു കയറി. അപ്പം അങ്ങനെ നമ്മളെ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് ഞാൻ സെപ്പറേറ്റ് ഇടുന്നതാണ്. അപ്പോൾ ശരി കൂട്ടുകാരെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ വാല്യുബിൾ കമൻസ് ഉണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ശരി.